നമസ്കാരം. ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലുകളിലെ മാനേജ്മെന്റിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും അവൈലബിൾ ആക്കിക്കൊണ്ട് നമ്മുടെ പുതിയ ലേബർ കോഡുകൾ എത്തിയിട്ടുണ്ട്. 2019 ക്രിയേറ്റ് ചെയ്ത ഒരെണ്ണവും 2020 ക്രിയേറ്റ് ചെയ്ത മൂന്നെണ്ണവും ചേർന്ന് മൊത്തം 4 ലേബർ കോഡുകളിലായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തങ്ങളുടെ 29 ലേബർ റൂൾസിനെ കൺസോളിഡേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാൻ സാധ്യതയുള്ളതാണെങ്കിലും നമ്മളെ ഒരുപാട് പ്രശ്നത്തിലാക്കാൻ സാധ്യത കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. വളരെ എംപ്ലോയി ഫ്രണ്ട്ലിയാണ്, അതേസമയം എംപ്ലോയർ ഫ്രണ്ട്ലിയുമാണ്. അതാണ് അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന വളരെ മനോഹരമായ വർത്തമാനങ്ങൾ. നമ്മുടെ ഹോസ്പിറ്റലുകളിലെ മാനേജ്മെൻറ്റ് വളരെ കോംപ്ലക്സിറ്റി നിറഞ്ഞതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം മറ്റ് പല സ്ഥാപനങ്ങളിലും ഉള്ളതുപോലെ ഒരേ കാറ്റഗറിയിൽപ്പെട്ട അനേകം എംപ്ലോയീസ് അവരെ മാനേജ് ചെയ്യാൻ കുറച്ച് മാനേജേഴ്സ് എന്ന രീതിയിലല്ല നമ്മുടെ ഹോസ്പിറ്റലുകൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ട്, സെമി സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, അൺസ്കിൽഡ് ഉണ്ട്, മാനുവൽ വർക്കേഴ്സ് ഉണ്ട്. അങ്ങനെ പുതിയ ലേബർ കോഡിൽ പറഞ്ഞിട്ടുള്ള 4 ടൈപ്പ് എംപ്ലോയീസും നമ്മളുടെ ഹോസ്പിറ്റലുകളിലുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ടും വേജസിലേക്ക് പോകേണ്ടതും സാലറിയിലേക്ക് പോകേണ്ടതും ആരൊക്കെയാണ്, ഒരു വേജസ് കാൽക്കുലേഷനിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്, എങ്ങനെയാണ് ആ വേജസ് കാൽക്കുലേഷനിൽ ബോണസ്, ഗ്രാറ്റുവിറ്റി ഇങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് റീഡിഫൈൻ ചെയ്യപ്പെട്ടത്. നമ്മൾ വളരെ അധികം കേട്ടതാണ് 1 വർഷം ആയ ഒരു എംപ്ലോയിക്ക് പോലും ഗ്രാറ്റുവിറ്റി കൊടുക്കണമെന്നുള്ളത്. അത് ടേം എംപ്ലോയിയെക്കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ പെർമനൻറ്റ് എംപ്ലോയിയെക്കുറിച്ചല്ല. എന്നാൽ അത് വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ പലപ്പോഴും കോൺട്രാക്റ്റ് എംപ്ലോയീസിനെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട് തന്നെ നമുക്കൊരു അബദ്ധം പറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ നിയമത്തെക്കുറിച്ചല്ല, ആ ലേബർ കോഡിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് കോൺട്രാക്റ്റിലാണോ അതോ എംപ്ലോയി ആണോ? എംപ്ലോയി ആണെങ്കിൽ എല്ലാ എംപ്ലോയി ബെനിഫിറ്റും ഡോക്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ടോ? അഥവാ അവർ കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ കോൺട്രാക്ടേഴ്സിൻ്റെ എല്ലാ ലീഗൽ ആസ്പെക്റ്റുകളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? പുതിയ ലേബർ കോഡിൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? കൃത്യമായി നമുക്കിവിടെ ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഡ്യൂട്ടി അവേഴ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന 8 അവേഴ്സ് ഡ്യൂട്ടി, 48 അവേഴ്സ് എ വീക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായി നമ്മുടെ ഡ്യൂട്ടി ഷെഡ്യൂളും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന്. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഡ്യൂട്ടി ഷെഡ്യൂളിൽ നമുക്ക് 8 മണിക്കൂറോ 9 മണിക്കൂറോ 12 മണിക്കൂറോ ഒക്കെ ഷെഡ്യൂൾ ഇടാം. നെറ്റ് എഫക്റ്റീവ് വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗ്രേപ്സ് IDMRൻ്റെ മൈ HRM എന്ന് പറഞ്ഞ ലിങ്ക്ഡ്, നമ്മുടെ HMS ലിങ്ക്ഡ് ആയിട്ടുള്ള HRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് മനസ്സിലാവും, ഓട്ടോമേറ്റഡ് ആണ്. ഈ വക കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ റീഡിഫൈൻ ചെയ്തിട്ടുണ്ട് പുതിയ ലേബർ കോഡുകൾ അനുസരിച്ച്. അത് കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഇത് കൃത്യമായി മനസ്സിലാക്കാത്ത പക്ഷം നമ്മുടെ ഹോസ്പിറ്റൽ നാളെ ഈ ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞ നമ്മുടെ ലേബർ ഓഫീസർ പുതിയ റോളിലാണ് എത്തുന്നത്, നമ്മുടെ ഹോസ്പിറ്റലിനെ സഹായിക്കാൻ എത്തുകയാണ്. അദ്ദേഹം നമ്മുടെ ഒരു പരീക്ഷണങ്ങൾ നടത്തി പണിഷ് ചെയ്യാൻ വരുന്ന ആളായിട്ടല്ല, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും നല്ല ലേബർ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വരുന്നതാണ്. എങ്ങനെയാണ് ആ കാര്യങ്ങൾ, ഈവൻ ESIയും PF ഒക്കെ റീഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ മിനിമം വേജസ് അതർവൈസ് നമുക്ക് ബേസിക് സാലറിയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട് അലവൻസസിന് എടുക്കുമ്പോൾ എത്ര അലവൻസുകളാണ്, 11ഓളം അലവൻസുകൾ കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എക്സെപ്ഷണലായിട്ട്. അല്ലാതെ ഏത് അലവൻസ് നമ്മൾ ഡിഫൈൻ ചെയ്താലും തീർച്ചയായിട്ടും അത് ബേസിക് പേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ മാൻഡറ്ററി പേയ്മെൻറ്റ്സ് അത് റീഫോർമുലേറ്റ് ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് 4 ലേബർ കോഡുകളെക്കുറിച്ച് 4 വീഡിയോകളിലായിട്ട് വിശദമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിന് എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, നമ്മുടെ ഹോസ്പിറ്റൽ എവിടെയൊക്കെ ശ്രദ്ധിച്ച് ട്രബിളിലാകും, ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ ലേബർ കോഡിൽ നമുക്ക് പഠിക്കാം. ലേബർ റൂൾസ് വരാൻ ഇനിയും സമയമെടുക്കും, നമുക്കറിയാം. ലേബർ കോഡാണ് ഇതിൻ്റെ ബേസ്. ഈ 4 ലേബർ കോഡുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ലേബർ റൂൾസ് വരാൻ പോകുന്നത്. കൺകറന്റ് ലിസ്റ്റിലാണ്. സെൻട്രൽ ഗവൺമെൻറ് ഈ റൂൾസ് നന്നായിട്ട് പഠിച്ചാലാണ് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആനുപാതിക ചേഞ്ചസ് വരുത്തുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുക. ലേബർ റൂൾസ് വരട്ടെ, അതിനു മുമ്പ് തന്നെ ലേബർ കോഡ്സിനെ കുറിച്ച് നല്ലൊരു ധാരണ നമ്മുടെ ഹോസ്പിറ്റലിന് ക്രിയേറ്റ് ചെയ്യാം. അത് മുമ്പോട്ടുള്ള നമ്മുടെ സുഗമമായ ആശുപത്രി നടത്തിപ്പിന് വളരെ അനിവാര്യമാണ്. 4 വീഡിയോകളിലായിട്ട് നമുക്ക് 4 കോഡുകളെക്കുറിച്ച് പഠിക്കാം. ടേംസ് കൃത്യമായി നിർവചിക്കപ്പെട്ടു എന്നതാണ് ഈ പ്രാവശ്യം ഈ ലേബർ കോഡുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ വലിയ അഡ്വാൻറ്റേജ്. വേജസ് എന്താണെന്നും സാലറി എന്താണെന്നും ഡ്യൂട്ടി ടൈംസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നും വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.